നമ്മൾ പറയുന്ന മൊബൈൽ ഫോൺ സംവിധാനമോ സാറ്റലൈറ്റ് സംവിധാനങ്ങളോ സൂപ്പർസോണിക് വിമാനങ്ങളോ മനുഷ്യൻ പുതുതായി കണ്ടെത്തിക്കൊണ്ടിരിക്കുന്ന AI സംവിധാനങ്ങളോ ഒന്നുമല്ല അത്ഭുതം. അത്ഭുതങ്ങളിലൊക്കെ ഏറ്റവും വലിയ അത്ഭുതം ഏതാ? അതൊക്കെ കണ്ടുപിടിച്ച മനുഷ്യന്റെ തലച്ചോറാണ്. ആ തലച്ചോറ് നിർമ്മിക്കപ്പെട്ടത് എന്തിൽ നിന്നാ? ലം യകുൻ ശൈഅൻ മദ്കൂറാ, ഒരു വസ്തു എന്ന് വിശേഷിപ്പിക്കാൻ മാത്രമില്ലാത്ത ഒരു ചെറിയ ബീജത്തിൽ നിന്നാണ്. ഇത്രയും ആസൂത്രിതമായ ഒരു നിർമ്മാണം മനുഷ്യന്റെ ശരീരത്തിന്റെ അകത്ത് നടന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ പിന്നിൽ ഒരു സൂത്രധാരനുണ്ടെന്നത് ഉറപ്പല്ലേ? അതാരാണെന്ന ചോദ്യമാണ് അള്ളാഹുവിലേക്ക് മനുഷ്യനെ എത്തിക്കുന്നത്. അള്ളാഹു പറയുന്നു, നഹ്നു ഖലഖ്നാകും ഫലൗലാ തുസദ്ദിഖൂൻ, നാമാണ് നിങ്ങളെ സൃഷ്ടിച്ചത്, എന്തുകൊണ്ട് നിങ്ങൾ വിശ്വസിക്കുന്നില്ല? അപ്പൊ പടച്ച റബ്ബിനെ അറിയാൻ നമ്മളെ ശരീരത്തെക്കുറിച്ച് നമ്മളൊന്ന് ചിന്തിച്ചാൽ മതി. തലച്ചോറിൽ അനേകായിരം നരമ്പുകളാണ്. അതിൽ കണ്ണുകൊണ്ട് കാണാൻ പറ്റും പറ്റാത്തൊക്കെ ഉണ്ടാവും. നമ്മൾ ഒറ്റ നോട്ടത്ത് നോക്കിയാൽ ഒരു തേങ്ങന്റെ ഉള്ളിലെ കാമ്പോല ഉണ്ടാവും. ശരീരശാസ്ത്ര പണ്ഡിതന്മാരുടെ നിഗമനം, ഒരാളെ തലച്ചോറിന്റെ ഉള്ളിലെ നരമ്പുകളുടെ മാത്രം നീളം ഏകദേശം 495 കിലോമീറ്ററോളം വരും അത്രേ. തലച്ചോറിനുള്ളിൽ ചുരുട്ടി വെച്ച നരമ്പിനെ നീട്ടിപ്പിടിച്ചാലേ അപ്പൊ ഏകദേശം കേരളത്തിന്റെ നീളം തലയിൽ ചുരുട്ടി വെച്ച് ആ തലച്ചോറുമായിട്ട് നടക്കുകയാണ് മനുഷ്യനെ. അവൻ ചിന്തിക്കണം, ആരാണ് എൻ്റെ ശരീരത്തെ സംവിധാനിച്ചത്? നമ്മുടെ ശരീരത്തിലെ മറ്റൊരു മഹാത്ഭുതമാണ് നമ്മുടെ ഹാർട്ട് എന്ന് പറയുന്നത്. സുബ്ഹാനല്ലാഹ്, നേരത്തെ നമ്മൾ പറഞ്ഞ 75 ട്രില്യണോളം വരുന്ന ശരീരത്തിലെ കോടാനുകോടി കോശങ്ങളുടെയും ജീവൻ നിലനിൽക്കണമെങ്കിൽ ഓക്സിജനീകരിക്കപ്പെട്ട രക്തം മുഴുവൻ കോശങ്ങളിലും എത്തണം. അങ്ങനെ ഓക്സിജൻ കലർന്ന രക്തം എത്തിയിട്ടില്ലെങ്കിൽ ആ കോശം ചത്തുപോകും, ചീഞ്ഞ് പഴുത്തുപോകും. നമ്മളെ ശരീരം ഇങ്ങനെ നിലനിൽക്കുന്നത് എന്തുകൊണ്ടാ? ജീവനോടെ നിൽക്കുന്നത് അതിലേക്ക് ഓക്സിജൻ കലർന്ന രക്തം എത്തുന്നതുകൊണ്ടാണ്. പാദം മുതൽ പതപ്പ് വരെയുള്ള എല്ലാ കോശത്തിലും രക്തത്തുണ്ട്. അവിടെ രക്തം എത്തിക്കുന്നത് ആരാ? നമ്മുടെ ഹാർട്ട് എന്ന് പറയുന്ന അവയവം. ഉമ്മയുടെ ഗർഭാശയത്തിൽ ഒരു കുഞ്ഞിന് 3 ആഴ്ച പ്രായമായാൽ അന്ന് തലച്ചോറ് രൂപപ്പെട്ടിട്ടുണ്ടാവില്ല എന്നാണ്. അതിനു മുമ്പേ പ്രവർത്തനം തുടങ്ങുന്ന ഒരു അവയവമാണ് ഹൃദയം. ഹൃദയത്തിന്റെ ഡ്യൂട്ടി എന്താ? ഒരു മിനിറ്റിൽ ശരാശരി 70-72 തവണ വരെ അത് പമ്പിങ് നടത്തുകയാണ്. ഈ തള്ളൽ രക്തം പമ്പ് ചെയ്യുന്നത് കൊണ്ടാണ് തലച്ചോറ് മുതൽ കാൽപാദം വരെയുള്ള കോശങ്ങളിലേക്ക് ചോര എത്തുന്നത്. അത് പമ്പിങ് നടത്തുമ്പോഴേക്ക് എല്ലാ കോശത്തിലും രക്തമെത്തണമെങ്കിൽ എന്തു വേണം? ശരീരത്തിൽ ഒരു പ്ലംബിംഗ് ആദ്യം നടക്കണം. നിങ്ങൾ 20-30 ഒക്കെ നിലയുള്ള ബിൽഡിംഗ് എടുക്കുമ്പോൾ അതിൻ്റെ അടുത്തൊന്ന് പോയി വെക്കുക. അവിടെ വയറിങ്ങും പ്ലംബിങ്ങും കഴിഞ്ഞിട്ടുണ്ട്, തേപ്പ് കഴിഞ്ഞിട്ടില്ലെങ്കിൽ നമ്മളിങ്ങനെ നോക്കുമ്പോൾ അത്ഭുതപ്പെടും. പടച്ചോൻ, എത്രയാതി വയറും പൈപ്പൊക്കെയാണ് ഇങ്ങനെ പോണത് എന്നല്ലേ. ഇതേപോലെ മനുഷ്യന്റെ ശരീരത്തിലൂടെ പ്ലംബിംഗ് നടത്തിയിട്ട് വയറിങ് നടത്തിയിട്ട് എത്ര വയറും പൈപ്പും കടത്തിവിട്ടിട്ടുണ്ട്. ഗവൺമെന്റ് ആശുപത്രിയിലൊക്കെ പോകുന്ന സമയത്ത് വെറുതെ ഇരിക്കുമ്പം അവിടുത്തെ ചുമരുമൽക്കൊക്കെ ഇങ്ങനെ നോക്കേണ്ടി വരും. അപ്പൊ അവിടെയൊക്കെ കാണാം മനുഷ്യന്റെ നരമ്പുകൾ മാത്രമുള്ള ഫോട്ടോ ഉണ്ടാവും. നമ്മൾ അത്ഭുതപ്പെട്ടു, പടച്ചമ്പുരാനെ, ഇതൊക്കെ എൻ്റെ ശരീരത്തിലുള്ളതാണല്ലോ. കോടാനുകൂടി നരമ്പുകളാണ് എന്ന് പറഞ്ഞാൽ എത്ര കോശങ്ങളുണ്ടോ അതിലേക്കൊക്കെ നരമ്പ് വേണം. അല്ല ബക്കറ്റ് കൊണ്ട് കോരി രക്താട് വെച്ച് പാരല്ല, ഈ റൂട്ടിലൂടെ തന്നെ പോകണം. അപ്പൊ കണ്ണുകൊണ്ട് കാണാൻ പറ്റിയതും പറ്റാത്തതുമായ കോടിക്കണക്കിന് നരമ്പുകളുണ്ട്, എല്ലാ സ്ഥലത്തൂടെയും പോകുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ചെറിയൊരു സൂചി എടുത്തിട്ട് വിരലിന്റെ തലപ്പത്ത് കുത്തുന്നില്ലേ, ആ സമയത്ത് അവിടെ രക്തം വരുന്നത് എന്തുകൊണ്ടാ? അതുവഴിയും ഏത് പോകുന്നുണ്ട്? ചെറിയ നരമ്പ് പോകുന്നുണ്ട്. ഇനി കാലിന്റെ ചെറുവിരലെടുത്ത് അതിന്റെ തലയിൽ ഒരു കുത്തു കൊടുത്ത് നോക്കി, അവിടെ ചോര തുടിക്കുന്നത് എന്തുകൊണ്ടാ? അതിലേക്കും നരമ്പ് വരുന്നുണ്ട്. ശരീരശാസ്ത്ര പണ്ഡിതന്മാരുടെ നിഗമനമനുസരിച്ച് ഒരു മനുഷ്യന്റെ ശരീരത്തിൽ മാത്രം ഇങ്ങനെ രക്തമെത്തിക്കാൻ വേണ്ടി 86,000 കിലോമീറ്റർ നീളമുള്ള രക്തക്കുഴലുകൾ ഉണ്ടത്രേ. സുബ്ഹാന ജല്ല ജലാലു.
86,000 കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ ചെറിയ ദൂരമല്ല. നാം താമസിക്കുന്ന ഭൂമിയുടെ ആകെ ചുറ്റളവ് 40,000 ചില്ലാനും കിലോമീറ്റർ ആണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഭൂമിനെ ഒരു റൗണ്ട് അടിച്ചു പോരാൻ ആകത്രേ ഉള്ളൂ 40,000 ചില്ലാനും കിലോമീറ്റർ. എന്നാൽ ഒരു മനുഷ്യന്റെ ശരീരത്തിലെ നരമ്പിന് മാത്രം അതിൻ്റെ ഇരട്ടിയിലേറെ നീളമുണ്ട് എന്ന് പറയുമ്പോഴാണ് വഫി അൻഫുസിക്കും അഫലാ തുബ്സിറൂൻ, നിന്റെ ശരീരത്തിലേക്ക് നീ നോക്കുന്നില്ല മനുഷ്യ. യജമാനനായ റബ്ബ് അവന്റെ സൃഷ്ടിവൈഭവം നമ്മൾ കാണുകയാണ്. ഇത് യാന്ത്രികമായി അങ്ങ് ഉണ്ടായിപ്പോയതാണ്. ഇതിന്റെ പിന്നിൽ ഒരു ആസൂത്രണവും ഇല്ല എന്ന് തലച്ചോറുള്ള മനുഷ്യന് പറയാൻ പറ്റുമോ? ഒരിക്കലുമില്ല. അതുകൊണ്ടാണ് ബുദ്ധിയുള്ളവരാണ് അള്ളാഹുവിന്റെ ഔലിയാക്കള്. അവര് പറയുന്നത് മനുഷ്യൻ അവന്റെ ശരീരത്തെക്കുറിച്ച് ചിന്തിച്ചാൽ അവന്റെ റബ്ബിനെ മനസ്സിലാക്കാൻ കഴിയും. അങ്ങനെ മുജാഹദ നടത്തിയിട്ടാണ് അള്ളാഹുവിന്റെ ഔലിയാക്കൾ മഅരിഫത്ത് കരസ്ഥമാക്കുന്നത്. ഞാൻ ആ ഭാഗം നീട്ടിപ്പറയുകയില്ല. ഒരു ഉദാഹരണം പറഞ്ഞ നമ്മളെ ശരീരത്തിന്റെ ഓരോ ഭാഗങ്ങളും പടച്ച തമ്പുരാനുണ്ട് എന്നതിന് നമുക്ക് സാക്ഷ്യം വഹിക്കുന്ന ഭാഗങ്ങളാണ്. ഈ ഭൂമിയുടെ ഓരോ മണൽത്തരികളും പടച്ച റബ്ബിലേക്കുള്ള പരസ്യപ്പലകകളാണ്. അതൊക്കെ നമ്മൾ ചിന്തക്ക് വിധേയമാക്കണം. അള്ളാഹുവിന്റെ ഔലിയാക്കൾ ആ രീതിയിൽ പടച്ചവന്റെ പുതിയ പുതിയ കുതിറത്തുകളെ തേടി അള്ളാഹുവിനെ കുറിച്ച് മനസ്സിൽ അവന്റെ ബഹുമാനവും അള്ളാഹുവിനോടുള്ള ഇളമത്തും ഉണ്ടാകാൻ അവർ പലപ്പോഴും ഭൂമിയുടെ പല ഭാഗത്തൂടെയും സഞ്ചരിച്ചു പോകാറുണ്ട്. ഈ സഞ്ചാരങ്ങളൊക്കെ എന്തിനു വേണ്ടിയാണ്? ഖുർആൻ നിർദ്ദേശിച്ചതുപോലെ പടച്ചവനെ കുറിച്ച് ചിന്തിക്കാൻ വേണ്ടി, അള്ളാഹുവിനെ കുറിച്ചുള്ളൊരു യഖീൻ ഉറപ്പ് മനസ്സിൽ കിട്ടാൻ വേണ്ടിയാണ്. അങ്ങനെയുള്ള പരിശ്രമവുമായി ഒരാൾ നടക്കുകയാണെങ്കിൽ തീർച്ചയായും അയാൾക്ക് അള്ളാഹു അവനെ മനസ്സിലാക്കി കൊടുക്കാൻ ആവശ്യമായ, ബോധ്യപ്പെടുത്താൻ ആവശ്യമായ പല മാർഗങ്ങളും അവർക്ക് കാണിച്ചു കൊടുക്കും. മഹാനായ ദുന്നൂനിൽ മിസ്രി റളിയല്ലാഹു അൻഹു അള്ളാഹുവിന്റെ ഔലിയാക്കളിൽ പ്രമുഖനായിരുന്നു മഹാനവർകൾ. മുജാഹദയുടെ ഭാഗമായി പല നാട്ടിലൂടെയും സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ഘട്ടത്തിൽ ഒരിക്കൽ ഈജിപ്തിലെ നൈൽ നദിയുടെ തീരത്ത് വസ്ത്രം അലക്കാനും കുളിക്കാനും വേണ്ടി വന്നതാണ്. അള്ളാഹുവിനെ കുറിച്ച് അറിയാൻ വേണ്ടിയുള്ള അന്വേഷണ യാത്രക്കിടെ കുളിക്കാൻ ഇറങ്ങുമ്പം മഹാന് അള്ളാഹു തആല ഒരു വഴി കാണിച്ചു കൊടുക്കുന്നത് നമ്മൾ കാണുന്നത്. തന്റെ മുന്നിലേക്ക് ഒരു വലിയ തേള് ഓടി വരുന്നു. ഈജിപ്തിലെ, ആഫ്രിക്കയിലെ തേളുകൾ കുത്തിയാൽ വെള്ളം ചോദിക്കാൻ പോലും സമയമില്ലാത്ത രീതിയിൽ മരിച്ചു പോകുന്നവർ, അത്ര വിഷജന്തുക്കൾ. ഈ വലിയ തേള് തങ്ങളെക്കുള്ള ഓടി വന്നപ്പോൾ അല്ലാഹുവിൽ അഭയം എന്ന് പറഞ്ഞ് മഹാനവർ ഇങ്ങോട്ട് മാറി. പക്ഷേ തേള് വന്നത് മഹാനെ ആക്രമിക്കാനായിരുന്നില്ല, മഹാന്റെ ശ്രദ്ധ ക്ഷണിക്കാൻ എന്നോണമാണ് മുന്നിലേക്ക് വന്നത്. മഹാനൊന്ന് മാറി നിന്നപ്പോ പിന്നെ നേരെ പുഴയിലേക്ക് ചെല്ലുകയാണ്. അപ്പോഴാണ് മറ്റൊരത്ഭുതം കാണുന്നത്. വലിയ ഒരു പോക്കൻ തവള ഒരു ചെങ്ങാടം കണക്കെ വെള്ളത്തിൽ ഇങ്ങനെ പതിഞ്ഞു നിന്നു കൊടുക്കുന്നു. ഈ തേള് നേരെ ചെന്ന് തവളയുടെ പുറത്ത് കയറുന്നു. ഇതിപ്പോ എന്താ കഥ? തവളയും തേളും ഇങ്ങനെ ചങ്ങാതിമാരാണ്. ഇതെന്ത് സൗഹൃദാണ്? അത്ഭുതപ്പെട്ടു. ഒട്ടും താമസിയാതെ ആ വലിയ തവളയതാ മറുകരയിലേക്ക് നീന്തുകയാണ്. ദുന്നൂനിൽ മിസ്രി തങ്ങൾക്ക് മനസ്സിലായി ഇതൊരു സാധാരണ സംഭവമല്ല, ഇതിന്റെ രഹസ്യം തേടി പുറപ്പെടണം. മഹാനവറുകളും നദിയിലേക്ക് ചാടി അതിന്റെ പിന്നാലെ നീന്തി. അതിശീഘ്രം തവള തേളിനെയും കൊണ്ട് മറുകരയിലെത്തുന്നു. തേളതാ ഉടനെ തന്നെ എന്തോ ഒരു ദൗത്യത്തിന് പോകുന്നത് പോലെ കരക്ക് കയറി വീണ്ടും ഓടുകയാണ്. ദുന്നൂനിൽ മിസ്രി റളിയല്ലാഹു അൻഹു തങ്ങളും അതിന്റെ പിന്നാലെ ഓടുന്നു. കുറെ അങ്ങ് ചെന്നപ്പോൾ ഒരു മരത്തിന്റെ ചുവട്ടിലതാ ഒരു മനുഷ്യൻ കിടന്നുറങ്ങുന്നുണ്ട്. ആ മനുഷ്യൻ മദ്യപിച്ച് മതോന്മത്തനായി മയങ്ങിക്കിടക്കുകയാണ്. അയാളുടെ തൊട്ടടുത്തതാ ഒരു കരിമൂർക്കൻ ഇങ്ങനെ അതിന്റെ പത്തി വിടർത്തി അയാളെ കൊത്താൻ ഓങ്ങി നിൽക്കുകയാണ്.
ഈ തേള് ഓടിച്ചെന്നുകൊണ്ട് ആ മൂർഖം പാമ്പിന്റെ മണ്ടയിൽ ആഞ്ഞൊരു കുത്തു കൊടുക്കുന്നു. പാമ്പ് അവിടെ നിന്ന് പെടഞ്ഞ് ചത്തുപോകുന്നു. ദൗത്യം നിർവഹിച്ചതെന്നോണം തേള് വീണ്ടും ഓടുന്നു. നൈൽ നദിയുടെ തീരത്ത് ചെന്നപ്പോൾ നേരത്തെ കരകടത്തിയ അതേ തവള കാത്തു നിൽക്കുന്നു. അതിൻ്റെ പുറത്ത് കയറുന്നു. തേളതാ തൻ്റെ ദൗത്യം പൂർത്തീകരിച്ച് മറുകരയിലേക്ക് യാത്ര പോകുന്നു. ദുന്നൂനിൽ മിസ്ർ റളിയല്ലാഹു അൻഹു മടങ്ങിച്ചെന്നു ആ ചെറുപ്പക്കാരൻ്റെ അടുത്ത്. അവനെ തട്ടി വിളിച്ചിട്ട് ഈ കഥ പറഞ്ഞു കൊടുത്തു. അള്ളാഹു നമ്മളെ സംരക്ഷിക്കുന്നത് എങ്ങനെയാണ്? അള്ളാഹു അവനാണല്ലോ നമ്മുടെ ഹാഫിർ. അവനല്ലേ നമുക്ക് എല്ലാ കാവലും തരുന്നത്. ഒരു പാമ്പും കീരിയും പരസ്പരം ഏറ്റുമുട്ടണത് കണ്ടാൽ നമ്മളിപ്പോൾ എന്താ കരുതുക? അതുപോലെന്തോ വൈരാഗ്യമുള്ളവരാ, പണ്ടേ ശത്രുക്കളാണ്, പാമ്പും കീരിയും പോലെ നമ്മൾ പറയലേ. പക്ഷെ അതിൻ്റെ പിന്നിലെ രഹസ്യങ്ങളും അതിൻ്റെ ചുരുളുകളും അഴിച്ചെടുക്കാൻ സാധാരണക്കാരായ നമുക്ക് കഴിയാറില്ല. നമ്മളതൊരു യാദൃശ്ചികത മാത്രമാക്കാണ്. ഇവിടെ ഈ സംഭവത്തിന്റെ ആദ്യം മുതൽ അവസാനം വരെ ദുന്നൂനിൽ മിസ്രി എന്നൊരു മഹാൻ കണ്ടിരുന്നില്ല എങ്കിൽ എന്തേ ഉണ്ടാവുള്ളൂ? അത് യാദൃശ്ചികമായി പാമ്പും തേള് ഏറ്റുമുട്ടി, പാമ്പ് ചെത്തു എന്ന് നമ്മൾ പറയും. പടച്ചവൻ അങ്ങനെയാണ്. ഏത് വിഷയത്തിലും അള്ളാഹുവിൻ്റെ സബബുകൾ അള്ളാഹു കാണിച്ചു കൊടുക്കും. പക്ഷെ അവിടെ മുസബ്ബിബുൽ അസ്ബാബായ അള്ളാഹുവിനെ അറിയാനും കണ്ടെത്താനുമുള്ള അവസരം എല്ലാവർക്കും അല്ല കൊടുത്തുകൊള്ളണമെന്നില്ല. അതേ സമയത്ത് വല്ലദീന ജാഹദൂ ഫീനാ ലനഹ്ദിയന്നഹും സുബുലനാ, പടച്ച റബ്ബിനെ അറിയാൻ ആശിച്ചുകൊണ്ട് ആര് കഠിനാധ്വാനത്തിനിറങ്ങിയോ വ്യത്യസ്തമായ വഴികളിലൂടെ നമ്മളിലേക്ക് അവന് നമ്മൾ മാർഗം കാണിച്ചു കൊടുക്കുമെന്ന് ഖുർആൻ പറഞ്ഞതിൻ്റെ ഒരു രീതിയാണിത്. അങ്ങനെയാണ് മഹാന്മാർ. ആ ദുന്നൂനിൽ മിശ്രിതങ്ങളുടെ ഈമാൻ വർദ്ധിക്കാൻ വേറെ സംഭവങ്ങൾ വേണ്ടല്ലോ. ഇനി നോക്കൂ നിങ്ങൾ, എല്ലാ മഹാന്മാരുടെയും ജീവചരിത്രത്തിൽ ഔലിയാക്കന്മാർക്ക് അങ്ങനത്തെ അനുഭവങ്ങൾ ഉണ്ടാകും. മഹാനായ ശൈഖ് അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറുൽ അസീസ് ഔലിയാക്കളുടെ ഖുതുബായിരുന്നുവല്ലോ മഹാനവറുകൾ. മഹാനവറുകൾ ചെറുപ്പം മുതൽക്ക് തന്നെ അവിടുത്തെ മാതാപിതാക്കളുടെ പരിശുദ്ധി കാരണം കൂടിയാവാം വലിയ കറാമത്തും വിശുദ്ധിയുമുള്ള ആളായിരുന്നു. കുട്ടിക്കാലത്ത് പോലും സാധാരണ കുട്ടികളിൽ നിന്നുണ്ടാകുന്ന കളിയോ തമാശയോ ഒന്നും ഇല്ലാതെ വളരെ ഗൗരവതരമായ പക്വത പ്രകടിപ്പിച്ച ഒരു കുട്ടിയായിരുന്നു. നാട്ടിലെ പള്ളി ദർസിൽ പഠിക്കുന്ന കാലത്ത് അന്ന് തന്നെ വലിയ പക്വതയും വിലായത്തിന്റെ പദവിയിലും ഒക്കെ എത്തിച്ചിട്ടുണ്ട്. വീട്ടില് വളർത്തുന്ന ഒരു കാളയെ മഹാനവരങ്ങളെ തീറ്റാൻ കൊണ്ടുപോകണം. അല്ലാഹു തആല ഓരോരുത്തർക്ക് വഴി കാണിച്ചു കൊടുക്കൽ അങ്ങനെയാണ്. അതിനെ തീറ്റാൻ കൊണ്ടുപോകുന്ന സമയത്ത് പെട്ടെന്ന് ആ കാള ശൈഖ് അബ്ദുൽ ഖാദിർ ജീലാനി തങ്ങളെ കൊള്ള തിരിഞ്ഞിട്ട് ഒരു ചോദ്യം ചോദിക്കുകയാണ്. യാ അബ്ദുൽ ഖാദിർ അഖുലിഖ്ത ലിഹാദാ, അബ്ദുൽ ഖാദിറെ, നിന്നെ സൃഷ്ടിക്കപ്പെട്ടത് എന്നെ പോലുള്ള ഒരു കാളയുടെ പിന്നാലെ നടക്കാനാണോ? ശൈഖ് അബ്ദുൽ ഖാദിർ ജീലാനി തങ്ങളെ ജീവിതത്തിന്റെ വഴിത്തിരിവായത് ഈ കാളയുടെ ചോദ്യമാണ്. ഏറും അറഫ നാൾ പശുവേ പായിച്ചാര്, ഇതിനോ പടച്ചെന്ന് പശുവ് പറഞ്ഞോവർ. ഖാളി മുഹമ്മദ് റഹ്മത്തുള്ളാഹി അലൈഹി അവിടത്തെ മുഹിയുദ്ദീൻ മാലയിൽ ഈ ചരിത്രത്തെയാണ് ഈ ചെറിയ വരിയിലൂടെ കോറിയിട്ടത്. ഓർത്തു നോക്കൂ നിങ്ങൾ, ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെ പറയുമ്പോൾ അവർക്ക് തമാശയാണ്. അങ്ങനെ ഒരു പശു സംസാരിക്കുമോ, കാള സംസാരിക്കുമോ, അതും ഒരു മനുഷ്യന്റെ ഭാഷയിൽ, എന്നിട്ടത് മനുഷ്യൻ കേൾക്കുമോ? ഈ സംശയങ്ങളൊക്കെ ഉണ്ടാകുന്നത് ആർക്കു മാത്രമാണ്? അള്ളാഹുവിൽ വിശ്വാസമില്ലാത്തവർക്കോ പടച്ചവന്റെ ഖുദ്റത്തിനെ സംബന്ധിച്ച് ബോധമില്ലാത്തവർക്കോ മാത്രം ഉണ്ടാകുന്നതാണ്. അല്ലാതെ ഖുർആനിൽ വിശ്വസിക്കുന്നവർക്കോ പ്രവാചകനിൽ വിശ്വസിക്കുന്നവർക്കോ ഈമാനുള്ളവർക്കോ അള്ളാനെ മനസ്സിലാക്കിയവർക്ക് ഇതൊന്നും ഒരു അത്ഭുതമേ അല്ല. പശുവിന് ഏറ്റവും ചുരുങ്ങിയത് 1 കിലോഗ്രാമോളം വലിപ്പമുള്ള ഒരു നാവെങ്കിലും ഉണ്ടല്ലോ, അല്ലേ? ഉറുമ്പിന്റെ നാവ് കണ്ടവരാരെങ്കിലും ഉണ്ടോ ഈ കൂട്ടത്തിൽ? ഉറുമ്പിന്റെ നാവ്. പരിശുദ്ധ ഖുർആനില് ഉറുമ്പ് സംസാരിച്ചു എന്നുണ്ട്, അതൊരു മനുഷ്യൻ കേട്ടു എന്നുണ്ട്.
അത് വിശ്വസിക്കാൻ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ മുഹിയുദ്ദീൻ മാലയിലും അതുപോലെ തന്നെ മറ്റ് ഗ്രന്ഥങ്ങളിലുമുള്ള ജീലാനിത്തങ്ങളോട് ഒരു കാള സംസാരിച്ചു എന്ന് വിശ്വസിക്കുന്നതിനും ഒരു തടസ്സമില്ല. അള്ളാഹുവിന്റെ ഖുർആൻ നിങ്ങൾക്ക് വിശ്വാസമല്ലേ, ഞങ്ങൾ മാലയും തള്ളിക്കോളി, നിങ്ങളെല്ലാവരും തള്ളിക്കോളും. അത് തമാശ പറഞ്ഞതല്ല, ഖുർആനിൽ അല്ലാഹ് പഠിപ്പിച്ച കാര്യമാണ്. നബിയുല്ലാഹി സുലൈമാൻ അലൈഹി സ്വലാത്തു വസ്സലാം തന്റെ പരിവാരങ്ങളെയുമായി ഇങ്ങനെ നടന്നു പോകുകയാണ്. അല്ലാഹു പറയുന്നു, ഹത്താ ഇദാ അത്തൗ അലാ വാദിൻ നംലി ഖാലത് നംലത്തു യാ അയ്യുഹൻ നംലു ദുഖുലൂ മസാകിനകും ലാ യഹ്തിമന്നകും സുലൈമാൻ വജുനൂദു വഹും ലാ യശ്ഉറൂൻ. സുലൈമാൻ നബി അലൈഹിസ്സലാം തന്റെ അനുയായികളോടൊപ്പം യാത്ര ചെയ്യുകയാണ്. ഒരു താഴ്വരയിലെത്തി, ഉറുമ്പുകൾ ധാരാളം താമസിക്കുന്ന താഴ്വരയാണ്. അവിടെ എത്തിയപ്പോൾ ഉറുമ്പിന്റെ നേതാവ് മറ്റു ഉറുമ്പുകളെ വിളിച്ച് ഓർഡറിടുകയാണ്, യാ അയ്യത്തുഹൻ നംലു ദുഖുലൂ മസാകിനകും, ഓ ഉറുമ്പുകളെ ഉടനെ മാളത്തിലേക്ക് തിരിച്ചു കയറുക. ലാ യഹ്തിമന്നകും സുലൈമാനു വജുനൂദുഹു വഹും ലാ യശ്ഉറൂൻ. സുലൈമാൻ നബി അലൈഹിസ്സലാമും സൈനികരും അറിയാതെ നിങ്ങളെ ചവിട്ടി മതിച്ചു പോകും. അതുകൊണ്ട് നിങ്ങൾ അകത്തേക്ക് കടന്നിരുന്നോളൂ. മനഃപൂർവ്വം നിങ്ങൾ ആക്രമിക്കുന്നവരല്ല, അറിയാതെ ചവിട്ടിപ്പോവും. പ്രശ്നം അതല്ലാന്നാ. അറിയാതെയാണെങ്കിൽ ഉറുമ്പും കൂട്ടത്തിൽ ചവിട്ടിയാൽ ഉറുമ്പുകൾ പിന്നെ തിരിച്ച് കൂട്ടത്തോടെ ആക്രമിക്കും. അത് ആരെയായിരിക്കും? അള്ളാന്റെ പ്രവാചകനെയും അവരെ സ്വഹാബിമാരെ. അതൊക്കെ വലിയ അപകട. അപ്പൊ പൊല്ലാപ്പിന് പോകണ്ട. മഹാന്മാരെ മഹത്വം ഉറുമ്പുകൾക്കറിയാലോ. അതറിയാത്തത് പുത്തനാശയക്കാർക്ക് മാത്രമാണല്ലോ. ഉറുമ്പുകൾക്ക് ഈ ബോധമുണ്ട്. അവര് പറഞ്ഞു, വേഗം കുഴപ്പത്തിന് നിൽക്കണ്ട, എല്ലാരും മാളത്തിലേക്ക് കയറിക്കോ. എന്നിട്ട് അല്ലാഹു തആല പറയാണ്, ഫതബസ്സമ ളാഹികം മിൻ ഖൗലിഹാ വഖാല റബ്ബി ഔസിഅനി അൻ അശ്കുറ നിഅമതക അല്ലതി അൻഅംത അലയ്യ വഅലാ വാലിദയ്യ വഅൻ അഅമല സ്വാലിഹൻ തർളാഹു വഅദ്ഖിൽനി ബിറഹ്മതിക ഫീ ഇബാദിക സ്വാലിഹീൻ. ഫതബസ്സമ ളാഹികം മിൻ ഖൗലിഹാ. ഈ ഉറുമ്പിന്റെ സംസാരം കേട്ട് അള്ളാഹുവിന്റെ പ്രവാചകരായ സുലൈമാൻ നബി അലൈഹിസ്സലാം പുഞ്ചിരി തൂകി. അപ്പൊ ഉറുമ്പ് മനുഷ്യരുടെ ഭാഷയിൽ സംസാരിച്ചു. അത് കേട്ട് പ്രവാചകരായ സുലൈമാൻ നബി പുഞ്ചിരിച്ചു. എന്നിട്ട് സുലൈമാൻ നബി അള്ളാഹിനോട് പറഞ്ഞു, പടച്ചോനെ, ഇത് വല്ലാത്തൊരു തൗഫീഖാണ്. എനിക്കും എന്റെ മാതാപിതാക്കൾക്കും നീ ചെയ്തു തന്നെ നിഅമത്തുകൾ എത്രയാ. അതിന് നന്ദി ചെയ്യാനുള്ള തൗഫീഖും കൂടെ നീ തന്നെ തരണല്ലാ എന്ന് ആര് ദുആ ചെയ്യാണ്? സുലൈമാൻ നബി അലൈഹിസ്സലാം. ഇത് ഖുർആനിൽ അല്ലാഹു നമുക്ക് പറഞ്ഞു തരികയാണ്. ഇത് വിശ്വസിക്കാനുള്ള ഈമാൻ ഉണ്ടോ? ഓൻ എന്താ ഒരു പശു സംസാരിച്ചു, കാള സംസാരിച്ചു എന്നുള്ള വിശ്വസിച്ചൂടെ? അതിന് ഈമാൻ ഉണ്ടാവണം. ഇല്ലാത്തവന് ഇതൊക്കെ തമാശയായിട്ടാ തോന്നുന്നത്. അവർക്ക് ട്രോളാനുള്ള ഉപകരണങ്ങളായിട്ടാ തോന്നുന്നത്. അത് യുക്തിവാദമാണ്. ഇനി കാള തന്നെ സംസാരിച്ചത് സ്വഹീഹുൽ ബുഖാരിയിലുണ്ട്. കാള തന്നെ മനുഷ്യനോട് സംസാരിച്ചത് അവിടെ ഉണ്ട്, സ്വഹീഹുൽ ബുഖാരി തന്നെ ഉണ്ട്. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറയുന്നത് കാണാം, ബൈനമാ റജുലുൻ യസൂഖു ബിബഖറ. ബനൂ ഇസ്രായേലുകളിൽപ്പെട്ട യാക്കൂബ് നബിയുടെ മക്കളിൽപ്പെട്ട ഒരാള് ഒരു കാളയെയും തെളിച്ചിങ്ങനെ പോകുകയാണ്. കുറെ നടന്നപ്പം അയാൾ ക്ഷീണിച്ചു. ഉടനെ അയാൾ കാളന്റെ പുറത്ത് കയറിയിരുന്നു. ആ സമയത്ത് കാള ആ മനുഷ്യനോട് പറയുകയാണത്രേ, മാ ഖുലിഖ്നാ ലിഹാദാ, ഓ മനുഷ്യ, ഞങ്ങളെ പടക്കപ്പെട്ടത് പുറത്ത് കയറി യാത്ര പോകാനല്ല. ഇന്നമാ ഖുലിഖ്നാ ലിഹിറാസത്തിൽ അർള്, ഭൂമി ഉഴുതുമറിക്കാനാണ് ഞങ്ങളെ പടക്കപ്പെട്ടത് എന്ന് പറഞ്ഞ ആ തോളില് ലോഡ് എടുക്കാനാ. ഉഴുതുമറിക്കുമ്പോ എവിടെ കലപ്പ കെട്ടല് തോളില് ലോഡ്. പുറത്ത് ഞങ്ങൾ ആളെ കയറ്റലില്ല, അതിന് വേറെ ടീമുണ്ട്. അതിനാണ് കുതിര, കഴുത, ഒട്ടകം എന്നൊക്കെ പറഞ്ഞ സാധനങ്ങൾ പുറത്ത് ലോഡെടുത്ത് പോണോല. ഞങ്ങൾ തോളില് കയറ്റി കൊണ്ടുപോകുന്ന ആൾക്കാരാണ്. അതുകൊണ്ട് ഇറങ്ങണം തോളിന്ന് പുറത്തുനിന്ന്. ആര് പറയാ? കാള പറയാണ്. സ്വഹീഹുൽ ബുഖാരിയിലുള്ള ഹദീസാണ്. സുബ്ഹാനല്ലാഹ്. ഇത് നബിതങ്ങൾ പറഞ്ഞപ്പം സ്വഹാബാക്കളെ കൂട്ടത്തിൽ അത്ഭുതത്തോടെ അവർ പറഞ്ഞു, നിഷേധിച്ചതല്ല, സമ്മതിച്ചുകൊണ്ട് തന്നെ പറഞ്ഞു,
വാ അജബാ ബഖറത്തുൻ തതകല്ലമു ബികലാമിൻ നാസ്. ഇതെന്തൊരത്ഭുതമാണ്! മനുഷ്യരുടെ ഭാഷയിൽ ഒരു കാള സംസാരിച്ചു എന്നാണോ നബി അവിടുന്ന് പറയുന്നത്? അവരാശ്ചര്യം പ്രകടിപ്പിച്ചപ്പോൾ മുത്തുനബി പ്രതികരിച്ചു, അതെ, അത് തന്നെയാണ് ഞാൻ പറഞ്ഞത്. ഇന്നി ഊമിനു ബിഹി, ഞാൻ തീർച്ചയായും അത് വിശ്വസിക്കുന്നു. അന വ അബൂബക്കരിൻ വ ഉമറു, ഞാൻ മാത്രമല്ല അബൂബക്കർ സിദ്ദീഖ് അത് വിശ്വസിക്കുന്നു, ഉമറുൽ ഫാറൂഖും അത് വിശ്വസിക്കുന്നു. ബുഖാരിയുടെ റിപ്പോർട്ടിൽ കാണാം, വമാഹുമാ സമ്മാ. ഇത് പറയുന്ന സമയത്ത് ഈ രണ്ട് മഹാന്മാരും ആ സദസ്സിൽ ഉണ്ടായിരുന്നില്ല. സിദ്ദീഖ് തങ്ങളും അവിടെ അല്ല, ഉമർ ഫാറൂഖ് തങ്ങളും ഇല്ല. പക്ഷെ അവരും ഇത് വിശ്വസിക്കുന്ന ആര് പറയാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്. അതുകൊണ്ട് തന്നെ ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു സിദ്ദീഖ് തങ്ങളുടെ മദ്ഹ് പറയുന്ന ബുഖാരിയുടെ അധ്യായത്തിലും ഉമറുൽ ഫാറൂഖ് തങ്ങളെ മദ്ഹ് പറയുന്ന അധ്യായത്തിലും ഈ ഹദീസ് ആവർത്തിച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. എന്തുകൊണ്ടാണ്? അവരുടെ ഈമാനത അള്ളാഹുവിൽ വിശ്വസിക്കുന്നവരാണ്, റസൂലിൽ വിശ്വസിക്കുന്നവരാ. അള്ളാഹു റസൂൽ ഒരു കാര്യം പറഞ്ഞാൽ അത് വിശ്വസിക്കുന്നിടത്ത് പിന്നെ യുക്തിവാദം അതിന് പ്രസക്തിയില്ല. അതുകൊണ്ട് അള്ളാഹുവിന്റെ ഔലിയാക്കളോട്, അമ്പിയാക്കളോട് എല്ലാം സംസാരിക്കും. ഇന്നിപ്പം അതിനൊക്കെ നാവെങ്കിലുണ്ടല്ലോ ആ സാധനം. ഇപ്പൊ ഈ സംസാരിക്കണ സാധനമൊക്കെ എന്താ? അതൊക്കെ ഇപ്പം എന്താ? നിനക്ക് നാവുണ്ട് അല്ലേ? എന്തൊക്കെ പറയേണ്ടത്? എന്തെല്ലാം സംസാരിക്കണ കാല. ഇന്നൊക്കെ ഇത് നിഷേധിക്കാൻ ആർക്കെങ്കിലും കഴിയോ? മനുഷ്യൻ തന്നെ ആവണമെന്നുണ്ടോ സംസാരിക്കാൻ? അപ്പോ മഹാന്മാർക്ക് മാർഗദർശനം നൽകുന്നതിന് അള്ളാഹു കൊടുക്കുന്ന ഓരോ സബബ. മുത്തുനബി തങ്ങളെ സദസ്സിൽ എത്ര സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഒരിക്കൽ നബിയും സഹാബത്തും ഇങ്ങനെ മദീനയിൽ ഒരു ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. ആ സദസ്സിലേക്ക് ഗ്രാമീണനായ ഒരാട്ടിടയൻ ഓടിക്കയറി വന്നു. അയാളിങ്ങനെ ഗദ്ഗദത്തോടെ നിൽക്കുക. അപ്പൊ നബി തങ്ങൾ ചോദിച്ചു, എന്താ വിശേഷം പറയാന്ന് പറഞ്ഞു. അപ്പൊ ആ മനുഷ്യൻ പറയാണ്, ഞാൻ മദീനയുടെ പ്രാന്തപ്രദേശത്ത് ആടിനെ മേക്കുന്ന ഒരു ഇടയനാണ്. ഞാൻ ആടുകളെങ്ങനെ മേച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടക്ക് ഒരു ചെന്നായ വന്ന് എൻ്റെ ആട്ടുംകൂട്ടത്തിൽ നിന്ന് ഒരാട്ടും കുഞ്ഞിനെ പിടിച്ച് കടന്നു കളഞ്ഞു. എനിക്ക് സഹിക്കാൻ പറ്റില്ല, സങ്കടായി. ഞാൻ ആടുകളെയൊക്കെ ഒരു സൈഡിൽ ഒരുമിച്ച് കൂട്ടി ഒരു വടിയെടുത്തിട്ട് അതിനെ തെരഞ്ഞുപോയി. കുറെ അങ്ങ് ചെന്ന് നോക്കുമ്പോ ഒരു കുന്നിന്റെ നെറുകിലിരുന്ന് എൻ്റെ ആട്ടും കുഞ്ഞിന്റെ പാതി ആ ചെന്നായ തിന്നു കഴിഞ്ഞിട്ടുണ്ട്. അരിശം കൊണ്ട് ഞാൻ ആ ചെന്നായയുടെ കയ്യിലുള്ള ബാക്കിയുള്ള ആടിന്റെ അവശിഷ്ടങ്ങളെ ഞാൻ പിടിച്ചു പറിച്ചു വാങ്ങി. ഉടനെ തന്നെ ആ ചെന്നായ മറ്റൊരു കുന്നിന്റെ മുകളിലേക്ക് ചാടിക്കയറി എന്നെക്കൊള്ള തിരിഞ്ഞിട്ടൊരൊറ്റ ചോദ്യമാണ്, അതൻസിഉ മിന്നീ സാഖൻ റിസ്ഖനി അല്ലാഹ്. ഓ മനുഷ്യ, പടച്ച തമ്പുരാൻ എനിക്ക് തന്ന ഒരു ഭക്ഷണം എൻ്റെ വായിൽ നിന്ന് നീ പിടിച്ചു പറിക്കുകയാണോ? ചെന്നായക്ക് നമ്മളെ ഹുക്കുമല്ല, പരുന്തിന് നമ്മളെ ഹുക്കുമല്ലേ. നമ്മൾ പോറ്റണ കോഴിക്കുഞ്ഞുങ്ങളെ പരുന്ത് പിടിച്ചുകൊണ്ടുപോകും. അത് കൊണ്ടുപോകാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. അതിന് വല കെട്ടിയിട്ടോ കൂട്ടിലാക്കിയിട്ടോ ഒക്കെ നമ്മൾ ശ്രദ്ധിക്കണം. അവര് പിടിച്ചു കൊണ്ടുപോയി തിന്നാൻ തുടങ്ങിയാൽ പിന്നെ അതിനെ പിടിച്ചെറിച്ച് വാങ്ങാനൊന്നും പറ്റൂല. നമ്മളും അങ്ങനെ പലതിനും പിടിച്ചുകൊണ്ടുവരുന്നുണ്ട്. നമ്മളിപ്പോൾ കടലിൽ പോയി പിടിച്ചുകൊണ്ടുവരുന്ന പല മത്സ്യങ്ങളും അതിൻ്റെ തള്ളിയും തന്തിയൊന്നും ഇത് ചിലപ്പോൾ പെട്ടിട്ടുണ്ടാവില്ല വലയിൽ. മക്കളെ പിടിച്ച് നമ്മൾ പോന്നിട്ടുണ്ടാവും. കുഞ്ഞമ്മത്തിനെ പിടിച്ച് പോന്നാണ്, വലിയ മത്തി കുടുങ്ങിയിട്ടില്ല. അപ്പം അതിൻ്റെ തള്ളക്കും തന്തക്കും ഒക്കെ സങ്കടമുണ്ട്, എൻ്റെ മക്കളെ ആ പിടിച്ചുകൊണ്ടായത് എന്ന്. പക്ഷേ അതിന് നമ്മളാരും അനീതി എന്ന് പറയില്ലല്ലോ. അപ്പൊ അവർക്കും അല്ലാഹു തആല കണക്കാക്കിയ ഭക്ഷണമാണത്. അത് തിന്നാൻ തുടങ്ങിയാൽ പിന്നെ അത് പിടിച്ചെറിച്ച് വാങ്ങാൻ നമുക്ക് പറ്റൂല. ഈ മനുഷ്യനോട് ചെന്നായ ഈ സംഗതി ചോദിച്ചപ്പോ ഇയാൾ അത്ഭുതത്തോടെ തിരിച്ച് അങ്ങോട്ട് ചോദിച്ചു, വാ അജബാ കൽബുൻ യതകല്ലമു ബികലാമിൻ നാസ്. ഞാൻ എന്താണ് ഈ കേൾക്കുന്നത്? ഒരു നായ മനുഷ്യരുടെ ഭാഷയിൽ സംസാരിക്കുകയോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെ മുമ്പിൽ വന്ന് ഈ ഇടയൻ പറയാണ്, ഞാനിത് ചോദിച്ച ഉടനെ ചെന്നായ വീണ്ടും സംസാരിച്ചു, മനുഷ്യ, ഞാൻ നിങ്ങളുടെ ഭാഷയിൽ സംസാരിക്കുന്നു എന്നതൊന്നും ഒരത്ഭുതമല്ല. യഥാർത്ഥ അത്ഭുതം നിനക്ക് കാണണമെങ്കിൽ യസ്രിബിലേക്ക് ചെല്ലുക. മദീനയുടെ പഴയ പേരാണ് യസ്രിബ്.
അവിടെ അതാ കാരക്കത്തോട്ടങ്ങൾക്കിടയിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെന്ന നേതാവ് ലോകത്ത് ഇന്നുവരെ കഴിഞ്ഞുപോയ കാര്യങ്ങളും ഇനി ഖിയാമത്ത് നാൾ വരെ വരാൻ പോകുന്ന കാര്യങ്ങളും പറഞ്ഞു കൊടുക്കുന്നു. അതാണ് വലിയ അത്ഭുതം. ഇത് ചെന്നായ എന്നോട് പറഞ്ഞപ്പോൾ ഞാൻ എൻ്റെ ആടുകളെയൊക്കെ ഒരു ഭാഗത്താക്കി ഇവിടേക്ക് വന്നതാണ്. അവിടെ വെച്ച് ഷഹാദത്ത് കലിമ ചൊല്ലി ഇസ്ലാമിലേക്ക് വരികയാണ്. അല്ലാഹു തആല മാർഗദർശനം നൽകൽ അങ്ങനെയാണ്. ഓരോരുത്തരും അള്ളാനെ അറിയാൻ അവര് പരിശ്രമിക്കുന്നതിന്റെ അളവനുസരിച്ച് അള്ളാഹുവിലേക്ക് അടുക്കാനുള്ള മാർഗം അള്ളാഹു കാണിച്ചു കൊടുക്കും. അതിനു വേണ്ടിയുള്ള മുജാഹദ നടത്തുന്നവരാണ് അള്ളാഹുവിന്റെ ഔലിയാക്കൾ. അങ്ങനെ പടച്ചവനെ കുറിച്ചുള്ള ഒരു യഖീൻ ഉറപ്പ് അവരെ മനസ്സിലുണ്ടാകുകയും അങ്ങനെ ഉണ്ടാകുമ്പോൾ അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ മാനിച്ചു ജീവിക്കാൻ അവർ പ്രതിജ്ഞാബദ്ധരാവുകയും ചെയ്യും. അവരെ അനക്കവും മടക്കവും അവരെ ഊണും ഉറക്കവും എല്ലാം പടച്ചവന്റെ പൊരുത്തത്തിലാക്കാൻ അവർ പരിശ്രമിക്കും. കാരണം അള്ളാഹുവിലുള്ള അത്രയും കഠിനമായ വിശ്വാസം അവരെ നന്മക്ക് പ്രേരിപ്പിക്കും, തിന്മയിൽ നിന്ന് അവരെ പിന്തിരിപ്പിക്കും. അവര് വിശ്വസിക്കുന്ന അള്ളാഹു ആരാണ്? യഅലമു ഖായിനത്തൽ അയ്യുനി വമാ തുഖ്ഫിസ് സുദൂർ. നമ്മുടെ കണ്ണുകൊണ്ട് ആരും കാണാതെ നാം നോക്കുന്ന കള്ളനോട്ടങ്ങൾ മുതൽ നമ്മളെ മനസ്സിന്റെ ഉള്ളിൽ നമ്മൾ വിചാരിക്കുന്ന കാര്യങ്ങളെ വരെ സവിസ്തരം അറിയുന്നവനാണ് അല്ലാഹ്. ഈ ഒരു വിശ്വാസ തലത്തിലേക്ക് അവർ ഉയരുകയാണ്. ഇന്ന റബ്ബക ലബിൽ മിർസാദ്. നിന്റെ രക്ഷിതാവ് നിന്നെ പതിയിരുന്ന് നിരീക്ഷിക്കുന്നു എന്ന് പറഞ്ഞാൽ നമ്മൾ കാണാതെ അള്ളാഹു നമ്മളെ നിരീക്ഷിക്കും. രഹസ്യ ക്യാമറ പോലെയാണ്. അതുണ്ട് എന്ന് കേട്ടാൽ എല്ലാവർക്കും പേടിയാണല്ലോ അല്ലെ. 5 കിലോമീറ്റർ അപ്പുറത്ത് ക്യാമറ ഉണ്ട് എന്നാണ് ഇവിടുന്ന് തന്നെ വണ്ടി സ്ലോ ആക്കി ബെൽറ്റൊക്കെ ഇട്ട് ഇനി മറ്റേ കയ്യിൽ പിടിച്ച് ആ തൊപ്പിയെടുത്ത് തലയിലൊക്കെ ഇട്ട് നമ്മൾ ജാഗ്രത കാണിക്കലില്ലേ. എന്നാൽ അള്ളാഹു ഉണ്ട് എന്ന് വിശ്വാസം ഉണ്ടെങ്കിലേ ഒരു പോലീസും വേണ്ട, ഒരു ക്യാമറയും വേണ്ട, ഒരു കോടതിനും പേടിക്കണ്ട. പടച്ചോണ്ട് എന്ന് വിശ്വാസമുള്ള മനുഷ്യന് എവിടെയും നന്നായി ജീവിക്കാനേ പറ്റൂ. ആ ഒരു മാനസികാവസ്ഥയിലേക്ക് ഉയർന്നവരുടെ പേരാണ് വലിയ. അല്ലാതെ പോഴത്തക്കാരെ പേരല്ല വലിയ. ഇന്നലില്ലാഹി ഇബാദൻ ഫൂത്തനാ ഇമാം നബവി റളിയല്ലാഹു അൻഹു റിയാദുസ് സ്വാലിഹീന്റെ തുടക്കത്തിൽ കൊടുത്തൊരു പദ്യമാണ്. അള്ളാഹുവിന് ബുദ്ധിമാന്മാരായ അടിമകളുണ്ട്. ആ അടിമകളാണ് യഥാർത്ഥത്തിൽ അള്ളാഹുവിന്റെ ഔലിയാക്കൾ എന്ന് പറയുന്നത്. ഹുവൽ ആരിഫു ബില്ലാഹി ഹസ്ബ മാ യുംകിൻ. സാധ്യമാകും വിധം അള്ളാഹുവിനെ പഠിച്ചു മനസ്സിലാക്കിയവരാണ്. അതാണ് വിലായത്തിന്റെ മർത്തബയിലേക്ക് ഒരാൾക്ക് കയറിപ്പോകാനുള്ള ആദ്യത്തെ കവാടം എന്ന് പറയുന്നത്. അങ്ങനെ അള്ളാഹുവിനെ അറിഞ്ഞു വിശ്വസിച്ചു കഴിഞ്ഞാൽ പിന്നെ അവരിലുണ്ടാകുന്ന രണ്ടാമത്തെ ഗുണം എന്താ? അൽ മുവാളിബു അല ത്വആത്ത്. ഇബാദത്തിൽ വ്യാപൃതരാകുന്നവരാണ്. പടച്ചോനെ അനുസരിച്ച് ജീവിക്കുക എന്നതാണ് അള്ളാന്റെ ഔലിയാക്കന്മാരെ ബാഹ്യമായ അടയാളം. മറ്റത് അവരെ മഅരിഫത്ത് ഉള്ളിൽ നമുക്ക് നോക്കിയാൽ കാണണല്ല. നമുക്ക് നോക്കിയാൽ കാണുന്ന അടയാളം ഏതാ? അതുപോലെ അള്ളാഹ്ക്ക് ഇബാദത്ത് ചെയ്യുന്നുണ്ടോന്ന. അല്ലാതെ നിസ്കരിക്കാത്തവനാണെങ്കിൽ ഓനാണ് വലിയ അല്ലേ. ജുമാക്ക് പോകാത്തവൻ ഔലിയ, ജമാഅത്തിൽ പങ്കെടുക്കാത്തവൻ വലിയ, റമളാനിൽ നോമ്പെടുക്കാത്തവൻ, കയ്യിൽ സ്വർണമോതിരം ധരിക്കുന്നവൻ, ഒന്നിലേറെ വെള്ളിമോതിരം ധരിക്കുന്നവൻ, ഇതൊന്നുമല്ല വലിയന്റെ അടയാളം. അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ എത്ര പരിപൂർണമായി പാലിക്കുന്നുവോ അതിനനുസരിച്ചാണ് ഔലിയാക്കന്മാരെ ഗ്രേഡ് വർദ്ധിക്കുക. ഇത്തഖുല്ലാഹ ഹഖ്ക തുഖാത്തി. അള്ളാഹു പറഞ്ഞില്ലേ, അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ മാനിക്കേണ്ട മുറപ്രകാരം പാലിക്കുക. അവരാണ് ഔലിയാക്കൾ.